ഈ മാസം ജൂൺ 20 തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് ഇന്ത്യൻ സിനിമകളുടെയും ആദ്യ വീക്കെൻഡിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ കൃത്യമായിട്ട് ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ഹിന്ദിയിൽ നിന്നുള്ള സിതാരെ സമീൻ പർ എന്ന സിനിമയുടെ കളക്ഷനാണ്. ആദ്യ ദിവസം 20 കോടി കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ സിനിമ പിന്നീടുള്ള 2 ദിവസങ്ങളിലും വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ ഓടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് അമീർ ഖാൻ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 96 കോടി ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്നത്തോടെ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നിസ്സാരമായിട്ട് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ 4 ദിവസങ്ങൾ കൊണ്ട് 110 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ സിതാരെ സമീൻ പറിന്റെ കൂടുതൽ കളക്ഷനായിട്ട്. ഇനി കഴിഞ്ഞ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു സിനിമ തെലുഗു സിനിമ കുബേരയിലേക്ക് വരികയാണെങ്കിൽ ധനുഷ്, നാഗാർജുന, ഒപ്പം തന്നെ രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് ഗ്രോസ് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുന്നു. 80 കോടിയാണ് സിനിമയ്ക്ക് ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ധനുഷിന്റെ കരിയർ ബെസ്റ്റ് ആദ്യ വീക്കെൻഡ് കളക്ഷൻ വരുന്ന സിനിമ കൂടിയായിട്ട് മാറിക്കഴിഞ്ഞ സിനിമയ്ക്ക് പക്ഷേ തമിഴ്നാട്ടിൽ വേണ്ട രീതിയിൽ കളക്ഷൻ ലഭ്യമാക്കുന്നില്ല. തെലുഗു സംസ്ഥാനങ്ങളിലെ സിനിമയുടെ ആകെ വീക്കെൻഡ് കളക്ഷൻ 35 കോടി പിന്നിട്ടപ്പോൾ അതിന്റെ പകുതി കളക്ഷൻ പോലും സിനിമയ്ക്ക് തമിഴ്നാട്ടിലില്ല. 14 കോടിയോളം രൂപയാണ് സിനിമയുടെ ആദ്യ 3 ദിവസത്തെ തമിഴ്നാട് ഗ്രോസ്. കേരളത്തിലാണെങ്കിൽ അതിനേക്കാൾ മോശം കളക്ഷനാണ്. ധനുഷിന്റെ കരിയർ ബെസ്റ്റ് കേരള കളക്ഷൻ വന്ന സിനിമയ്ക്ക് 1 കോടി രൂപ പോലും ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 80 ലക്ഷത്തോളം രൂപയാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ കേരള ഗ്രോസ്. ഇന്നത്തോടെ 90 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ഉറപ്പാക്കി കഴിഞ്ഞ കുബേര അടുത്ത ദിവസങ്ങളിൽ തന്നെ 100 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കും. കാത്തിരിക്കൂ കൂടുതൽ കുബേര കളക്ഷനായിട്ട്.